ഹായ് കൂട്ടുകാരെ, സോനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഹണി ചേമ്പറിൽ നിന്ന് തേൻ എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. വായോ വീഡിയോയിലേക്ക്. ഒരു ബോക്സിൽ നിന്ന് എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് നിന്നുള്ള തേനീച്ച വന്ന് പുറത്തിരിക്കുകയാണ്. അത് തുറന്നപ്പോഴുള്ള അത് പതുക്കെ പുറത്ത് വന്ന് കൂട്ടം കൂടിയിരിക്കുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ പതുക്കെ കൂട്ടിനുള്ളിൽ തന്നെ കയറിക്കോളും. ഈ ബോക്സിൽ തേൻ എടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത 3-4 ബോക്സ് ഉണ്ട്. അത് ഓരോന്ന് വെച്ച് എടുത്ത് തേൻ എടുത്തുകൊണ്ടിരിക്കുന്നു. ഓരോ പെട്ടിക്കുള്ളിൽ ചെറിയ ഫ്രെയിം എടുത്ത് പതുക്കെ സാവകാശത്തിലെടുത്ത് പുകച്ചിട്ട് വേണം ഇങ്ങനെ കൈയെടുത്ത് നോക്കാൻ. ഇതിനകത്ത് റാണി ഈച്ചി ഉണ്ടോ എന്നാണ് ഇപ്പോൾ നോക്കുന്നത്. കണ്ടോ, ഇത് പഴയ അടയാണ്. ചില കൂടുകളിലെ ഹണി ചേമ്പറിൻ്റെ ഉള്ളിലെ ഫ്രെയിമിൻ്റെ അകത്ത് ചിലതിൻ്റെ അകത്ത് അടയുടെ അവിടെ അടയ്ക്കുള്ളിൽ ഈ റാണി ഈച്ച മുട്ടയിടും. ആ മുട്ടയിടുന്നത് നമ്മൾ ചെത്തി മാറ്റണം. അതുപോലെ തന്നെ കോളനികൾ പണിഞ്ഞ് മുകളിലോട്ട് വരുന്നത് ആ ഭാഗം ചെത്തി മാറ്റണം. കണ്ടില്ലേ, ആ കൂടിൻ്റെ വെളിയിലോട്ട് ഇങ്ങനെ ഉന്തി നിൽക്കുന്നത്, അത് ഇതാണ്, അടയാണ്. അതെടുക്കുന്ന കാഴ്ചയിലേക്ക് പോകാം. വായോ കൂട്ടുകാരെ. ഓരോത്തിൻ്റെയും ഈച്ചകളെ മാറ്റിയ ശേഷം നടുവിലെ മെഷീൻ ഇല്ലല്ലേ, ആ താഴെ ഇരിക്കുന്ന കറക്കുന്ന മെഷീനിൽ ഉള്ളിലോട്ട് വെച്ച് കറക്കുമ്പോഴത്തേന് ആ തേൻ അതിൽ നിന്ന് പാത്രത്തിൽ വീഴും. അത് കഴിഞ്ഞ് തിരിച്ച് ഒരു 2-3 വട്ടം കറക്കി കഴിഞ്ഞ് പിന്നെ തിരിച്ച് കറക്കണം. അതെടുത്തിട്ട് ഫ്രെയിം എടുത്തിട്ട് തിരിച്ച് വെച്ചിട്ട് കറക്കണം. അപ്പം അടുത്ത ഓരോ ഫ്രെയിമും വളരെ സൂക്ഷിച്ചെടുക്കണം. കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈച്ചകളെ ശല്യം ചെയ്യാത്ത രീതി വേണം നമ്മൾ തേന് എടുക്കാൻ. ഇച്ചിരി ശ്രമകരമാണ്, എന്നാൽ ഇത് വളരെ എളുപ്പവുമാണ്. അങ്ങനെ ഓരോ ചേമ്പറിൽ തേനീച്ച ഹണി ചേമ്പർ നിന്ന് ഫ്രെയിം എടുത്ത ശേഷം തിരിച്ചു വെക്കുവാണ്. അടുത്ത ഫ്രെയിം എടുത്ത് നോക്കുവാണ്. അതിൽ ആദ്യമേ പുകച്ചിട്ട് വേണം നമ്മൾ. കണ്ടോ, ഈച്ച ഇരിക്കുന്ന കണ്ടോ, അതാണ് പുക കൊടുക്കുന്നത്. അതിലേക്ക് ചെറുതായിട്ട് പുകയ്ക്കുമ്പോൾ ആ ഈച്ച പറന്നു പോകും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഈച്ചകളെ അടയിൽ നിന്ന് മാറ്റുന്നത്. പതുക്കെ സാവകാശത്തിൽ ഒന്ന് കുടയുമ്പോൾ അത് അവരത് പറന്ന് പോകും. പക്ഷെ അതിന് നോവാത്ത രീതി വേണം ചെയ്യാനും, അല്ലെങ്കിൽ
അല്ലെങ്കിൽ അത് കുത്തും. വളരെ ശ്രദ്ധയോടെ പതുക്കെ ഊതി മാറ്റിയ ശേഷം അടച്ചെത്തി എടുത്താണ് എടുക്കുന്നത്. ചിലതിൻ്റെ അകത്ത് കുറവായിരുന്നു, ചിലതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ആ മെഷീനിൽ വെച്ച് കറക്കിയെടുക്കും. കണ്ടോ, ഒരെണ്ണം വെച്ചു, ഒരു ഫ്രെയിം അതിലേക്ക് താത്ത് വെച്ചിട്ട് എടുത്തതാണ്. ഇനി അടുത്തത് വെക്കണം. ഒന്ന് വെച്ചത് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇങ്ങനെയാണ് കറക്കുന്നത്. ആ ഫ്രെയിം ഉള്ളിൽ വെച്ചിട്ട് കണ്ടോ, അതിൻ്റെ അടിയിൽ കാണുന്നത് തേനാണ് കേട്ടോ. എന്നിട്ട് അത് തിരിച്ചു വെക്കും. കണ്ടോ, ഈ രീതിയിലാണ് തേൻ എടുക്കുന്നത്. കണ്ടോ, കറക്കുമ്പോഴത്തേന് അതിനുള്ളിൽ തേൻ പാത്രത്തിനുള്ളിലോട്ട് വീഴും. പിന്നെ അത് നമ്മളൊരു കന്നാസിലേക്ക് ഒഴിച്ചു വെക്കും. ഒഴിച്ച് വെച്ച് അടച്ചു വെക്കും. എന്നിട്ട് പിന്നെ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. ഓരോ അടയും അതുപോലെ അതേ ഫ്രെയിമിൽ നിന്ന്, ഓരോ പെട്ടിയിൽ നിന്ന് ഇതുപോലെ ഫ്രെയിം എടുത്തിട്ട് അതിൻ്റെ അട വളരെ ശ്രദ്ധയോപൂർവ്വം എടുത്ത് ചെത്തി മാറ്റിയിട്ട് ഇതുപോലെ കറക്കി മെഷീനിൽ വെച്ച് കറക്കി എടുത്ത് നമ്മൾ അരിച്ച് വലിയ കന്നാസിലാക്കി വെക്കും. പിന്നെ ആവശ്യാനുസരണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആഴ്ചയിൽ ഇനിയിപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, ഇനി വ്യാഴാഴ്ച എടുക്കാം. 4-5 മട്ടം എടുക്കാം തേന്. ആഴ്ചയിൽ 2 വട്ടം എടുക്കാം തേൻ. പുതിയ വ്യത്യസ്തമായിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.